ഈ അമ്മയുടെ ഈ വേദന ഒന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ അത് ഞാൻ ആശിച്ചു. അമ്മ എപ്പോഴും കൂടാണ്, അമ്മയുടെ ഫുൾ സപ്പോർട്ട്. അപ്പൊ ഞാനൊരു റൈറ്റ് ചോയ്സ് ഇത് തന്നെ അങ്ങോട്ട് FPT നമുക്ക് ഏറ്റവും അടുത്തതുമാണ്, നല്ല ട്രെയിനിങ്ങും ആണ് എന്നൊക്കെ അറിഞ്ഞപ്പോ അത് തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് അന്ന് കൊണ്ട് ചേർത്ത്. എന്തായാലും ഞാൻ തെരഞ്ഞെടുത്തത് ഒരു റൈറ്റ് വേ തന്നെ ആയിരുന്നു. എൻ്റെ പേര് അശ്വിൻ തേജസ് എന്നാണ്. ഞാനിവിടെ കലൂർ FPTയിലെ ഒരു വിദ്യാർത്ഥിയാണ്, സ്റ്റുഡൻ്റാണ്. എനിക്കിപ്പോൾ ആർമിയിൽ അഗ്നിവീർ ടെക്നിക്കലിലേക്ക് സെലക്ഷനായി. അപ്പോൾ ഞാനിവിടെ ടീച്ചർമാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ കൂടെ അമ്മയും. അപ്പം അശ്വിന് നല്ലൊരു ജോബ് കിട്ടിയിരിക്കുകയാണ്. അപ്പം AFPTയുടെ വക എല്ലാ കൺഗ്രാജുലേഷൻസ്. ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തോ? ഇന്നലെ കൊടുത്തു. കൊടുത്തു. തിരുവനന്തപുരം AROയിലാണ്. എന്റെ പേര് ശോഭ. ഇവിടെ എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യും. എറണാകുളം ജില്ലയിൽ തന്നെ. നമ്മുടെ AFPT എറണാകുളം ബ്രാഞ്ചിൻ്റെ അഭിമാനമാണ് പിന്നെ അശ്വിൻ. പിന്നെ ഞാൻ വന്ന 1.5 വർഷമായി ഞാനിവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ് മുതലേ നല്ല രീതിയിൽ നല്ല പെർഫോമൻസും ഞങ്ങളുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു പിന്നെ അശ്വിൻ. പിന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാനോളം ഉയർത്തിയിട്ടുണ്ട് അശ്വിൻ. അപ്പം ഞാനെപ്പോഴും അശ്വിനോട് പറയും, നീ നല്ല കാര്യപരമുള്ള കുട്ടിയാണ്. അപ്പം മാത്രമല്ല നമ്മൾ റണ്ണിങ്ങിന് പിന്നെ നമ്മൾ ടൈം വെച്ച് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അശ്വിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ല കുട്ടിയാണ്. അപ്പം പിന്നെ അക്കാഡമിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിനും അമ്മ കൂടെ ഉണ്ട്. അതാണ് എന്ത് കാര്യത്തിനും അമ്മ അമ്മ എപ്പോഴും കൂടാണ്. അമ്മയുടെ ഫുൾ സപ്പോർട്ട്. ട്രെയിനിങ്ങിന്റെ സമയത്ത് എല്ലാം അമ്മ കൂടെ ഉണ്ട്. അമ്മയുടെ ഫുൾ സപ്പോർട്ട്. ഞങ്ങളുടെ അമ്മയും കൂടെ വരും. പിന്നെ അതായത് മോന് അതൊരു ആഗ്രഹമായിരുന്നു മിലിറ്ററി തന്നെ കയറണം എന്നുള്ളത്. അപ്പൊ ഞാനൊരു റൈറ്റ് ചോയ്സ് ഇത് തന്നെ അങ്ങോട്ട് FPT നമുക്ക് ഏറ്റവും അടുത്തതുമാണ്, നല്ല ട്രെയിനിങ്ങും ആണ് എന്നൊക്കെ അറിഞ്ഞപ്പോ അത് തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് അന്ന് കൊണ്ട് ചേർത്ത്. എന്തായാലും ഞാൻ തെരഞ്ഞെടുത്തത് ഒരു റൈറ്റ് വേ തന്നെ ആയിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ പിന്നെ ഈ അമ്മ മിക്കവാറും നമ്മുടെ ട്രെയിനിങ്ങിൽ വരുമ്പോൾ കൊണ്ടുവിടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ അമ്മയുടെ കഷ്ടപ്പാടൊന്ന് ഒഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ. തമാശ പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ അതാ പറഞ്ഞത്. ഈ അമ്മയുടെ ഈ വേദന ഒന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ അത് ഞാൻ ആശിച്ചിട്ടുണ്ട്. ഞാൻ അപൂർവ അമ്മമാരെ തീർച്ചയായിട്ടും. പിന്നെ തോന്നാറുണ്ട് ഇത്രയും ബുദ്ധിമുട്ട് രാവിലെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ട്രെയിൻ ഇത് കഴിഞ്ഞിട്ട് തിരികെ കൊണ്ടുപോകുമ്പോൾ. പിന്നെ AFPT എറണാകുളം ബ്രാഞ്ചിന്റെ സ്നേഹോപകാരം
അച്ഛൻ എന്തായാലും പട്ടാളത്തിലാണ്. അപ്പം മോൻ്റെ ആഗ്രഹവും പട്ടാളത്തിൽ തന്നെ പോകണം എന്നതായിരുന്നു. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് അന്വേഷിച്ചിരിക്കുകയാണ് പത്രത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അപ്പം ഞാൻ ഒട്ടും അമാന്തപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് FPTയുടെ കലൂർ സെൻറ്ററിൽ വന്ന് അന്വേഷിച്ച് ഞാൻ വെറുതെ അന്വേഷിച്ച് പോയാൽ പോരല്ലോ. ഞാൻ ശരി വ്യക്തമായിട്ട് അന്വേഷിച്ചപ്പോൾ നല്ല ട്രെയിനിങ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ എൻ്റെ മോനെ ഇവിടെ തന്നെ ചേർക്കാമെന്ന് കരുതി അഡ്മിഷൻ എടുത്തു. അന്ന് മുതൽ ഞാൻ കൊച്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനായിട്ട് അവനെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ ലക്ഷ്യവും അവൻ്റെ ആഗ്രഹവും എല്ലാം പൂവണിഞ്ഞു. താങ്ക് യു AFPT. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് AFPTയുടെ അക്കാഡമിക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നിരിക്കുന്നത്. അശ്വിൻ ഇവിടെ നിന്നല്ലേ അക്കാദമിക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു? അപ്പൊ ജോലി കിട്ടിയതിന് ശേഷം ഇവിടെ വന്നിരുന്നപ്പം എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്, പറയാൻ വാക്കുകളില്ല. ജോലി കിട്ടിയതിന്റെ സന്തോഷം ഒരുപാടുണ്ട്. ഇവിടെ നിന്നാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആദ്യം എനിക്ക് എക്സാം ആയിരുന്നു. പിന്നെ എൻ്റെ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എനിക്ക് ഇവിടെ AFPTയിൽ നിന്ന് കിട്ടിയത്. ക്വാളിഫൈ ആയതിനു ശേഷം എനിക്ക് ഫിസിക്കൽ റാലിയിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നു AFPTയിൽ നിന്ന് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച ഈ ജോലിയിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചതിൽ AFPTക്ക് വലിയൊരു പങ്കുണ്ട്. ഈ സന്തോഷ അവസരത്തിൽ ഞാൻ AFPTയോട് നന്ദി പറയുന്നു. അമ്മ ഈ ക്ലാസ്സിലിരുന്നുണ്ട് ഞാൻ പഠിച്ചത്. അവിടെ ഇരുന്നു. ഇപ്പുറത്തല്ലേ? ഏത് ബെഞ്ചിലായിരുന്നു? അവിടെ ഇരുന്നു. AFPTയിൽ അഡ്മിഷൻ എടുത്ത് അവിടുത്തെ ട്രെയിനിങ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ജീവിതത്തിൻ്റെ ഒരു ഉന്നതിയിലെത്തി ജീവിതം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എല്ലാ മക്കളോടും പറയാനുള്ളത്. ആർമിയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് AFPT ആണ് ദ ബെസ്റ്റ് ചോയ്സ്.